ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മൾ രാവിലെ എണീച്ചിരുന്നു ഗൈസ്. ഇന്നാണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ബസ് ഡ്രൈവിങ് കാര്യമാണ് ഉള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ലൊക്കേഷൻ ഗൈസ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അപ്പം നമുക്ക് പയ്യെ പോവാം ഗൈസ്. ഗൈസ് നമ്മുടെ ബസ്സിലാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ആളൊന്നും ഇല്ല ഗൈസ്. പോലീസ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൊള്ളാം ഗൈസ്, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. മാമ കയറിയാ ഗൈസ്, അയാളും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് എങ്ങോട്ടെങ്കിലും പോകണം. അതാണ് ഗൈസ് നമ്മളെ ബസ് ഡ്യൂട്ടിയിലും ഞാനും വരുന്ന കാര്യം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. ഇവിടെയൊക്കെ പയ്യെ നമുക്ക് വളച്ചെടുത്താലേ ഗൈസ് നമ്മളെ വണ്ടി ആൾക്ക് കയറിപ്പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഗൈസ് പാടാണ് ഗൈസ് കയറി പോകുന്നത്. നമുക്ക് പയ്യെ ആക്സിഡൻറ്റിനേക്കാം. എൻ്റെ പൊന്ന്, അയാൾ ഇടിച്ചില്ല. അടുത്ത ആളെ ഇടിക്കാതെ നമുക്ക് പോകണം കഴിയുന്നത്. എൻ്റെ മോനെ, എൻ്റെ ബസ്സിൻ്റെ കൺട്രോളെല്ലാം പോയി. അയാളെ ഇടിച്ചു ഗൈസ്. എൻ്റെ പൊന്നോ, അയാൾ പോയി. കുഴപ്പമില്ല ഗൈസ്, അയാൾ പോയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ വണ്ടിയാണെന്ന് നമുക്ക് കത്തിച്ച് വിടാം. ഇതിൽ ഒരുപാട് സ്പീഡ് എത്രയാണെന്ന് ഞാൻ പറയാം ഗൈസ്. ഈ വണ്ടിക്ക് 40 ഉള്ളു ഗൈസ് സ്പീഡ്. അതാണ് ഗൈസ് നമ്മൾ പെട്ടെന്നൊന്നും നമ്മളെ സ്റ്റോപ്പിലും കാലം എത്താത്തത്. എഴഞ്ഞ് എത്രത്തോളം എരയോ അത്രത്തോളം ഗൈസ് എരയും. അടുത്ത നമ്മളെ സ്റ്റോപ്പും കാലം ഇതിനകത്ത് കാണിക്കുന്ന പെട്രോൾ പമ്പാണല്ലോ ഗൈസ്. പെട്രോൾ പമ്പാണ് ഗൈസ് അടുത്ത സ്റ്റോപ്പും കാലം വരുന്നത്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ പെട്രോൾ പമ്പിലോട്ട് ഞങ്ങൾ പോവാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റാണ് ഗൈസ് നമ്മൾ ബസ്സും കാലം ഓട്ടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ ഫസ്റ്റാണ് ഗൈസ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഗൈസ് നമുക്കാണെങ്കിൽ ഒരു കൺട്രോളും കാര്യം കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് സെക്കൻഡ് ടൈം വരുമ്പോൾ ഗൈസ് അതൊക്കെ ഓക്കെ ആയിക്കോളും. ഗൈസ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡാണ് ഗൈസ്. നമ്മൾ പെട്രോൾ പമ്പിലെ ആൾക്ക് എത്തിച്ചേർന്നുണ്ടല്ലേ. ഇവിടെ നമുക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരെല്ലാം കയറുന്നുണ്ട് ഗൈസ്. പെട്രോൾ അടിക്കും ഗൈസ്, അതുകൊണ്ടോടൊപ്പം ആൾക്കാരും കയറും ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ വണ്ടി പയ്യെ വളച്ചു. എൻ്റെ പൊന്നോ, പോസ്റ്റ് കിളവി വണ്ടി വീണു. വീണത് പിന്നെ വീണു ഗൈസ്. അയാളെ തട്ടാതെ നമുക്ക് പോകണം. അയാൾ ഇടിച്ചില്ല ഗൈസ്. എന്തായാലും ഭാഗ്യത്തിന് അയാൾ ഇടിച്ചില്ല. പോസ്റ്റും കാളൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. പോസ്റ്റൊന്നും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് സർക്കാർ വണ്ടിയല്ലേ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്, നമ്മൾ നൈസിന് ഇതാക്കും ഗൈസ്. ഇനി നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ഗ്രാമം വരെയാണ് ഗൈസ് പോകണ്ടുള്ളത്. എൻ്റെ പൊന്നെ, ഇവിടെ നമ്മൾ ടേൺ എടുക്കാൻ ഇച്ചിരി താമസിച്ച് പോയി. ലാൻഡ് ക്രൂസറിലൊക്കെ ചെന്ന് ഇടിച്ചു. എൻ്റെ പൊന്നെ, അയാളിന്ന് കേസുമായിട്ട് വരികയാണെങ്കിൽ തീർന്നു. പാടുള്ളൊരു ബസ്സാണ് ഗൈസ്. ഇനി ഇതും കൂടെ പോവുകയാണെങ്കിൽ തീർന്ന് കിട്ടും ഗൈസ് നമ്മളെ അഹങ്കാരം. അടുത്ത നമ്മൾ ഗ്രാമത്തിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഗ്രാമത്തിൻ്റെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രാമത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ അറ്റത്തു നിന്നാണ് ഗൈസ് വണ്ടി എടുക്കുന്നത്. ഇവിടെ വെച്ചാണ് ഗൈസ് നമ്മളെ വണ്ടികളെ ടേൺ എടുക്കുന്നത്. അടുത്ത ഇവിടെയാണ് ഗൈസ് നമ്മളെ ടേൺ എടുക്കുന്നത്. കറക്കി എടുക്കണം. KSRTC നമ്മൾ കറക്കി എടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മളിതാകും. ഏറുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നെ, ബസ്സിലെല്ലാം സ്ക്രാച്ച് വീണു. എന്താണെന്ന് ഗൈസ്. നമുക്ക് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോയിട്ട് നല്ല രീതിക്ക് വളച്ച് വീശിയും എടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് കയറി ഗൈസ് ചെറിയൊരു സ്ക്രാച്ചും കാളൊക്കെ വീണിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ നമുക്ക് ഇതാക്കാം ഗൈസ്. കണ്ട ഗൈസ്, ട്രൈ ചെയ്യുക ഗൈസ്. എന്തെന്നെ നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ പച്ച ലംബോർഗിനി, എൻ്റെ പൊന്നെ, ഒരു ദിവസം ഞാൻ എടുത്തിരിക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ് ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന്. ഞാനിതുവരായിട്ട് ഓടിച്ചില്ല ഗൈസ്. ഇനി ഇതെടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളാണെങ്കിൽ ഗൈസ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ആളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ ഇതുവരായിട്ടൊന്നും ഇവിടെ വന്നില്ലല്ലേ. ട്രെയിൻ ഇവിടെ വന്നില്ല ഗൈസ്. നമ്മളിന്ന് ഫാസ്റ്റ് ആയിട്ടാണെന്നോ ഗൈസ് വന്നത്, അതോ ഗൈസ് നമ്മൾ ലേറ്റ് ആയോ ഗൈസ്. ലേറ്റ് ആവുകയാണെങ്കിൽ ഗൈസ് തീർന്നു. ഫാസ്റ്റ് ആവുകയാണെങ്കിൽ ഗൈസ് കുഴപ്പമൊന്നുമില്ല. ഗൈസ് നമ്മൾ ലേറ്റ് ആയതല്ല ഗൈസ്, നമ്മൾ ഇച്ചിരി സ്പീഡിനാണ് ഗൈസ് വന്നത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മളിന്ന് നേരത്തെയാണ്. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ഇങ്ങനെ പറ്റിയത്. ആരും കാണാതെ ഞാൻ തന്നെ നോക്കുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് വേറെ വല്ല ബസ്സിൽ കയറി പോയെന്നും. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ബസ്സും കാളൊക്കെ ഇങ്ങോട്ട് നിർത്തുമ്പോഴത്തേക്ക് ട്രെയിൻ വരുമായിരിക്കും. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ ഇച്ചിരി ഇതിനകത്ത് ഇരിക്കാം ഗൈസ്. നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കി ഗൈസ്. നമുക്കാണെങ്കിൽ നൈസിന് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇറങ്ങാം. ഞാനിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ട്രെയിൻ പയ്യെ വരത്തേ ഉള്ളു. നമുക്കാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഗൈസ് ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണ്ട. ചേട്ടാ ഇപ്പം ബസ് എടുക്കും ചേട്ടാ. ഇപ്പം വല്ലതും എടുക്കുമോ?
ഇല്ല ഇപ്പോഴൊന്നും ബസ് എടുക്കത്തില്ല ഗേസ്. ഒരു താത്ത വന്ന് ഗേസ് നമ്മളടുത്ത് ചോദിച്ചേക്കാണ്. അപ്പം സോ ബസ്സിങ്ങളൊക്കെ വരുന്നുണ്ട് ഗേസ്. അപ്പം നമുക്കാണെങ്കിൽ ഗേസ് ട്രെയിനുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ബസ്സിനകത്ത് കയറാം ഗേസ്. ഇനി ഇതിനകത്തുള്ള ആൾക്കാർ പെട്ടെന്ന് ഇതിനകത്ത് വന്ന് ഓടിക്കയറും. നമ്മളെ സ്വഭാവമൊക്കെ അവർക്ക് അറിയാം ഗേസ്, നമ്മൾ ആരാന്നൊക്കെ ഗേസ്. കണ്ട ഗേസ് ട്രെയിനൊക്കെ അവിടെ നിർത്തണം, അല്ലെങ്കിൽ ഗേസ് നമ്മൾ ട്രെയിനൊക്കെ അടിച്ച് പൂട്ടിക്കും. ഗേസ് അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ഇല്ല ഗേസ്, വെറും 3 പേർക്കാണ് ഗേസ് നമ്മൾ ഇത്രയും നേരം ഇവിടെ ഡിലേ ആക്കിയിട്ടിരുന്നത്. കുഴപ്പമില്ല ഗേസ്, നമ്മളിന്ന് ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം സോ ഇപ്പം നമ്മളെ കയ്യിൽ എത്ര രൂപ ആയെന്ന് ചോദിച്ചാൽ വെറും $150 ആയിട്ടുള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ കോളേജിലൊരകത്ത് കോളേജിലുള്ളവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സോ നമുക്കാണെങ്കിൽ പയ്യെ പോവാം ഗൈസ്. നമുക്ക് ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ ആണ്. ഞാൻ ഇന്ന് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ നേരത്തെ തന്നെ നമ്മളെ ബസ്സും എടുത്ത് ഇറങ്ങി. നമുക്കാണെങ്കിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ആളുകളും ഇല്ല ഗൈസ്. അപ്പം ബസ് സ്റ്റാൻഡിൽ ആൾക്ക് അവിടെ നിന്ന് പൊളിച്ച് മാറ്റി ഗൈസ്. എവിടെയാണെങ്കിലൊക്കെ പുതിയതായിട്ട് പണിയുന്നെന്ന് ഗൈസ്. എവിടെ ഇങ്ങനെ ഒരു റെഗുലറായിട്ടുള്ളൊന്നുമില്ല ഗൈസ്. അപ്പം അടുത്ത് നമ്മൾ സ്റ്റോപ്പും കാണാനായിട്ട് ഇവിടെയാണ് ഗൈസ് വരുന്നത്. ഇവിടെയാണ് ഗൈസ് നമുക്ക് നിർത്തിയിട്ടുള്ള ഇവിടെ ഒരു ബസ് സ്റ്റാൻഡാണ് ഗൈസ്. അപ്പം ഇവിടെയാണ് ഗൈസ് നമ്മളൊരു ബസ് സ്റ്റാൻഡ് കാണാം. ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ വല്ലതും കഴിക്കേണ്ട ഗൈസ്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഗൈസ് നമ്മൾ ബസ് എടുത്ത്. അപ്പം സോ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് വല്ലതും കയറി കഴിക്കണം ഗൈസ്. അപ്പം ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളാണെങ്കിൽ അങ്ങനെ കുറിയും മാഗിയും ആളൊക്കെ തിന്നിട്ടുണ്ട് ഗൈസ്. അടിപൊളി എഴിയായിരുന്നു. എല്ലാവരും കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ബസ്സും ആളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ബസ്സും ആളൊക്കെ ഓണാക്കിയിട്ടിട്ട് പോയി ഗൈസ് നൈസിന്, അല്ലെങ്കിൽ പിന്നെ എൻജിൻ ചൂടാകാൻ വേണ്ടി അത്രയും സമയം കളയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പം നേരെ പോവാം. അവിടെ നിന്നുള്ള ആൾക്കാരൊന്നും കയറിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം എയർപോർട്ടിലോട്ടാണ് ഗൈസ് നമ്മൾ അവസാനത്തെ ലൊക്കേഷനിലാണ് വരുന്നത്. അപ്പം എയർപോർട്ടിലോട്ടാണ് ഗൈസിനുള്ളവരെല്ലാം പോവാൻ നിൽക്കുന്നത് തന്നത്. അപ്പം സോ ഇവിടെ ഒന്നും ഒരുത്തനും ഇല്ല ഗേസ്. അപ്പം ഇവിടെ ആരെയുണ്ടെങ്കിൽ ഉണ്ടെന്നും പറഞ്ഞാണ് ഗേസ് ഞാൻ ഇങ്ങോട്ട് തള്ളിയത്. കൊള്ളാം ഗേസ്, നമ്മളെ പെട്രോൾ അത്രയും പോയെന്നേ ഉള്ളു ഗേസ്. ഇവിടെ ഒരുത്തനെ കാണുന്നില്ല. ഇത് വല്ലാത്ത പരിപാടിയായി പോയല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗേസ്. നമുക്കാണെങ്കിൽ പയ്യെ പോവാം ഗേസ്. നമ്മളെ വണ്ടി ഇട്ട് എഴപ്പിച്ച് പോവാം. ഇവിടുത്തെ ഒറ്റ മനുഷ്യനില്ലാത്ത വല്ലാത്ത പണിയായിപ്പോയി ഗേസ്. നമ്മളെ പെട്രോൾ അത്രയും തീരും ഗേസ്. നമ്മളെ പോക്കറ്റിലുള്ള എല്ലാ പൈസയും പോവും. കുഴപ്പമില്ല ഗേസ്, ഈ ഒരു ഷോർട്ട് കട്ട് വഴി ആളും എടുക്കാം. എങ്ങനെ പോയാലും ഗേസ് ഒരേ ദൂരമായിട്ടാണ് എനിക്ക് കണക്ക് കൂടുന്നത് ഗേസ്. അപ്പം ഒരേ നീളമാണ് ഗേസ്. എങ്ങനെ പോയാലും ഏത് വഴി കയറിയാലും ഒരേ കണക്ക് തന്നെയാണ് ഗേസ് നമ്മളെ കിലോമീറ്ററുകൾ വരുന്നത്. അപ്പം ഈ ചാനൽ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരാണ് ലൈക്ക് ചെയ്യുക ഗേസ്. ഞങ്ങളെ കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്യുക ഗേസ്. അപ്പം ഗേസ് നമുക്കാണെങ്കിൽ ഇവിടെ കാണുന്നതാണ് അടുത്ത സ്റ്റോപ്പും കാണാൻ വരുന്നത്. അടുത്തതല്ല ഗേസ്, അവസാനത്തെ സ്റ്റോപ്പ് ഗേസ്. ഇവിടെയാണ് ഗേസ് കുറേ പേരുണ്ട്. 48 പേരാണ് ഗേസ് ഇവിടെ ഇറങ്ങാനുള്ളത്. സോ ഇവിടെ ആണെങ്കിൽ എയർപോർട്ട് ഗേസ്. അപ്പം നെയ്പൂർ എയർപോർട്ടാണ്. നെയ്പൂറാണ് ഗേസ്. ഇവിടെ നെയ്പൂറാണ്. അപ്പം നൈസിലാണെങ്കിൽ ഗേസ് നമ്മളെ വണ്ടികളൊക്കെ ഇനി റിവേഴ്സ് എടുത്ത് ഗേസ് പോവാം ഗേസ്. റിവേഴ്സ് പോട്ട് ഗേസ്. അങ്ങനെ നമ്മൾ റിവേഴ്സുകളൊക്കെ എടുത്ത് അവസാനം ഗേസ് നമ്മൾ വളച്ചുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഗേസ് ഇവിടെ നിന്ന് ഒറ്റ വളപ്പും എടുത്തേക്കാം. ഇയാളെ ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഗേസ്. അയാളെ ചെറുതായിട്ടൊന്ന് മുട്ടിയെന്നേ ഉള്ളൂ ഗേസ്. വലിയ കുഴപ്പമൊന്നുമില്ല ഗേസ്. നമ്മളെ ബസ്സുകളൊക്കെ നമുക്ക് ഇനി അകത്തുകളൊക്കെ കൊണ്ടിടാം ഗേസ്. പയ്യെ തട്ടാതെ ഇനി വളച്ചുകളൊക്കെ ഇനി ബസ് അകത്തുകളെ കൊണ്ടിടണം ഗേസ്. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗേസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ കയറാനൊക്കെ ബസ് ഇങ്ങനെ വളച്ചിടാം ഗേസ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഷിൻജാനുകൾ സ്കൂളിൽ പോയൊക്കെയാണ്. അപ്പം ഷിൻജാൻ എന്നീ വൈകിട്ടുകളൊക്കെ വിളിക്കാൻ പോകണം. ഇതുപോലെ തന്നെ ഗേസ് നമ്മൾ പിഞ്ചാനകളൊക്കെ ബർത്ത്ഡേകളൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ്. ഇനി ഇതുപോലത്തുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ബെൽ ബട്ടൺ അമർത്തി വെക്കുക. വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗേസ്.